ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ. ഇനി നമ്മളിവിടെ ഒരു ഇപ്പം 5 മണി 5:15 അല്ലേ, 5:15. നമ്മളിനി ഒരു 5 hours കൂടി വെയിറ്റ് ചെയ്യണം. 10 മണിക്ക് നമുക്ക് അടുത്ത ട്രെയിൻ ഉണ്ട് ബുക്കറയിലേക്ക്. കാരണം നമ്മുടെ തഷ്കെൻഡ് ടു ബുക്കറ ട്രെയിൻ ആണല്ലോ മിസ്സായത്. അപ്പോൾ സമർക്കണ്ടിലെത്തി. ഇനി സമർക്കണ്ടിൽ നിന്ന് ബുക്കറയിലേക്ക് പോകണം. നമ്മളിപ്പോൾ രണ്ടാമത്തെ ട്രെയിനിൽ കയറി. ഇത് ബുള്ളറ്റ് ട്രെയിനാണ്, അർഫോസിയോവ്. അപ്പോൾ ഇതിപ്പോൾ രാത്രി 10 മണിയായി. -2 ഡിഗ്രി ആണ് ടെമ്പറേച്ചർ. -3 ആയി കാണും ഇപ്പോൾ. -3 ഡിഗ്രി ടെമ്പറേച്ചറാണ്. പുറത്തേക്കൊന്നും നിൽക്കാൻ പറ്റില്ല, അങ്ങനെയാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലും ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ഇപ്പോൾ ട്രെയിൻ വന്നു. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, മിസ്സാവോ. ഒരെണ്ണം അനുഭവം കിട്ടിയതുകൊണ്ട് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് മുകളിൽ ഇതുണ്ട്, അതെ, ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, ഫുഡ് കഴിക്കാം. പിന്നെ ഇതെന്താ, ഇത് ഡസ്റ്റ്ബിനാണോ അതോ എന്ത് സാധനം, അത് വെള്ളം വെക്കാൻ എന്തോ സാധനമുണ്ട്. അങ്ങനെയൊക്കെ പുറത്തേക്കൊന്നും കാണാൻ പറ്റില്ല. ട്രെയിനിൻ്റെ അകത്ത് ബോളിവുഡ് എന്തോ പാട്ട് റിയാലിറ്റി ഷോ ഒക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാർ ഇന്ത്യൻസാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ സൽമാൻ ഖാനെ അറിയുമോ, ഷാരൂഖ് ഖാനെ അറിയുമോ, പ്രീതി സിൻഹ എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ഒരു ചേട്ടൻ ഞങ്ങളോട് ചോദിച്ചിരുന്നു, ഇന്ത്യൻസ് ആണോ, ഫ്രം വേറെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതാ ചോദിക്കണേ ഫസ്റ്റ് തന്നെ. എനിക്ക് തോന്നുന്നു അവരുടെ ഇവിടെ നാട്ടിൽ ഈ ഒരു ചാനലാണ് ഫേമസ് എന്ന് തോന്നുന്നു, ബോളിവുഡ് ചാനൽ. സെവിംലി അതാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ബുക്കറ എത്തിയിട്ട് കാണാം അല്ലേ. നമ്മൾ ഇപ്പോൾ ബുക്കറ എത്തി, ട്രെയിൻ ഇറങ്ങി. വേഗം എത്തിയില്ല, എല്ലാം കറക്റ്റ് സമയമാണ്. എത്ര സമയമാണോ അവർ എഴുതി കാണിക്കണേ എപ്പോൾ എത്തുന്നു ആ കൃത്യസമയത്ത് ഇവിടെ എത്തിയിരിക്കും. അങ്ങനെ 12:05 ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ കാണിച്ച അതേ സമയം തന്നെ. ഹേയ്, നമ്മളങ്ങനെ ബുക്കറയിൽ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തി. ഒഹുൻ കാരവൻ സറായ് എന്നാണ് പേര്. ഇതൊരു നല്ല രസമുള്ള പുറത്തുനിന്നുള്ള വ്യൂ ഞാൻ രാവിലെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഭയങ്കര ഒരു അറബിക് ടച്ചുള്ള ഹോട്ടലാണ്. ഇതാണ് ഇതിൻ്റെ റിസപ്ഷൻ. മൊത്തം ഉള്ളിലൊരു ഇരിക്കേണ്ട സ്ഥലമൊക്കെ ഉണ്ട് കണ്ടോ. ഇനി അകത്തേക്ക് കയറിയിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ റൂം കുഞ്ഞിതാണെങ്കിലും നല്ല രസമുണ്ട് കാണാൻ. ഒരു നോർമൽ റൂം പോലെയല്ല, നല്ല റൂഫൊക്കെ കണ്ടോ, നല്ല രസമുണ്ട്. ഇതെന്തോ പഴയ ബിൽഡിങ് ആണെന്ന് തോന്നുന്നുണ്ട്. എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ. ഓ, ഇവിടെ ജനലുണ്ട്, ഭാഗ്യം, വലിയ ക്ലോസ്ട്രോഫോബിയ ആയിപ്പോയത്. ഇവിടെ നല്ല രസമുള്ള കുറേ കർട്ടൻസ് ഉണ്ട്. ബാത്റൂം കാണിച്ചു തരാം. ബാത്റൂം റൂമിനെക്കാട്ടിലും വലുതാണ്. ബാത്റൂം ടബുണ്ട്. ഈ റൂമിന് എത്രയെന്ന് റേറ്റ് ഉള്ളൂ, പെർ ഡേ 1000 സംതിങ്ങേ ഉള്ളൂ. പെർ ഡേ 1000 എത്രയാണ് ഉള്ളൂ, 1500 തികച്ചില്ലെന്ന് തോന്നുന്നു. 1300 എത്രയാണ് പെർ ഡേ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് നല്ല രസമുള്ളൊരു റൂമാണ്. നമ്മൾ
തഷ്കെൻഡിലെടുത്ത റൂമിന് 2000 എത്രയുണ്ട്. പക്ഷെ അവിടെ ബാത്റൂമൊക്കെ ഭയങ്കര കുഞ്ഞിതായിരുന്നു. പക്ഷെ ഹീറ്റർ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ AC എയർ കണ്ടീഷനിങ് ഉണ്ട്. അതായത് ചൂടാക്കാൻ പറ്റും തോന്നുന്നു. നല്ല രസം. ഇവിടെ ഒരു ലാമ്പൊക്കെ ഉണ്ട്. നമുക്ക് നല്ല രസമല്ലേ. ഇനി നമുക്ക് പിന്നെ പുറത്തേക്ക് പോവാം. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇതുണ്ടോ മുകളിൽ താഴേക്ക് കഴിഞ്ഞാൽ നല്ല രസമുള്ള ഒരു സ്പേസാണ്. ഇരിക്കുന്ന സ്പേസ്. ഇവിടെ നടുക്കൊരു മരമുണ്ട്. മൊത്തം ഇങ്ങനെ മരത്തിൻ്റെയാണ്. എനിക്ക് നമ്മൾ നേപ്പാളിൽ പോയപ്പം അവിടെ ഇതുപോലത്തെ ടൈപ്പ് ഒരു സ്ഥലമുള്ള സ്റ്റേയിൽ നമ്മൾ നിന്നിട്ടുണ്ട്. ഇങ്ങനെ സൈഡൊക്കെ ബാൽക്കണിയൊക്കെ മൊത്തം ഇങ്ങനെ മരത്തിൻ്റെ അതുപോലെ ഉണ്ട് കാണുമ്പോൾ. ഇതിൻ്റെ ഷേപ്പ് പുറത്തുനിന്നും കൂടി കാണണം. നല്ല രസമാണ്. നമ്മൾ വിചാരിക്കില്ല അകത്ത് ഇത്രയധികം ഇങ്ങനെ സംഗതികളൊക്കെ ഉള്ള ഒരു ഇതാണെന്ന്. അപ്പം നമുക്ക് ഇനി രാവിലെ ഞാൻ അതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്.